പരിശുദ്ധ അമ്മ നൽകിയ ജപമാല ഇവിടെ വെച്ചതായിട്ട് ഞാൻ പങ്കുവെച്ചുവല്ലോ. 1997 ഓഗസ്റ്റ് 15 ആ ജപമാലയിൽ നിന്നും പാല് നിറഞ്ഞൊഴുകിയ അനുഭവം, 3 മണിക്കൂർ നേരം നീണ്ടു നിന്ന അനുഭവം ഞാൻ ഓർക്കുന്നു. അന്നേ ദിവസം ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. ചാലക്കുടിക്കടുത്ത് കുറ്റിക്കാടുള്ള പൗലോസ് പേങ്ങിപ്പറമ്പിൽ എന്ന് പറയുന്ന സഹോദരൻ്റെ വാഹനത്തിലാണ് ഇവിടേക്ക് വന്നത്. ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങി കുഞ്ഞിൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിഞ്ഞു പോയപ്പോൾ അത് കെട്ടിക്കൊടുക്കുമ്പോഴേക്കും ഈ പൗലോസ് ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് വീടിൻ്റെ താക്കോല് വാങ്ങി അദ്ദേഹം ആദ്യമായിട്ട് വാതിൽ തുറന്ന് അകത്ത് കടക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ വെച്ചിരിക്കുന്ന ജപമാലയുടെ ഓരോ മുത്തുകളിൽ നിന്നും പാല് നിറഞ്ഞൊഴുകുന്നു. ഒഴുകിയ പാലിങ്ങോട്ട് ഒഴുകിക്കിടക്കുന്നു. അതിൻ്റെ അടയാളം ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ ടീപ്പോയാണ് ഇവിടെ വെച്ചിരുന്നത് താഴെ ഈ സ്റ്റാൻഡിൻ്റെ. ഈ 2 സ്റ്റാൻഡിൻ്റെ ഇടയിൽ 2 മരക്കഷ്ണങ്ങൾ വെച്ചതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ജപമാലയിൽ നിന്ന് ഒഴുകുന്ന പാല് പുറത്തോട്ടൊഴുകിയത്. അങ്ങനെ ഒഴുകാൻ ഉണ്ടായ മറ്റൊരു കാരണം, ജപമാല പരിശുദ്ധ അമ്മ സമ്മാനിച്ച ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശാനുസരണം വാങ്ങിയ തിരുസ്വരൂപത്തിൻ്റെ സൈഡിലൊരു പൊട്ടലുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ പൊട്ടലിലൂടെ ആയിരുന്നു പാലൊഴുകിയത്. ഈശോയുടെ പദ്ധതി മനുഷ്യന് അഗ്രാഹ്യമാണ്, പക്ഷേ ഈശോ ഇത് മുൻകൂട്ടി കണ്ട് ഞങ്ങളെക്കൊണ്ട് അത് വാങ്ങിപ്പിച്ചതാണ്. അദ്ദേഹം ഒച്ചെടുത്തു, ഓടിവാ ഓടിവാ, അതാ പാലൊഴുകുന്നു എന്ന് പറഞ്ഞ്. ഞങ്ങളെല്ലാവരും ഓടി വന്നപ്പോൾ കാണുന്നേ ജപമാലയുടെ ഓരോ മുത്തുകളിലും ഒരു മുത്തിൽ നിറഞ്ഞ് ഒഴുകി, രണ്ടാമത്തെ മുത്തിൽ നിറഞ്ഞ്, അങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നു. ഞങ്ങൾ വേഗം ഒരു പാത്രം ഈ ടീപ്പോയിൽ വെച്ചു, ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു. ഏകദേശം 2.5 ലിറ്ററോളം പാല് അന്ന് കളക്ട് ചെയ്തു. 7000-ൽ പരം വരുന്ന ദൈവമക്കൾ അന്ന് ഈ ഭവനം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. എല്ലാവർക്കും ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ടേസ്റ്റ് ചെയ്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച തീരാത്തത്രയും മക്കൾക്ക് സൗഖ്യം കിട്ടിയ അനുഭവങ്ങളുമുണ്ട്. തളർന്നു കിടന്ന ഒരു സിസ്റ്ററിൻ്റെ കൈ ഉയർത്തിയ അനുഭവം ഇപ്പോഴും ഓർക്കുന്നു, ഒരു CMC സിസ്റ്ററിൻ്റെ. അതുപോലെ ആ പാല് ടേസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചവർ ചോദിച്ചു, എന്താ ഇതിൻ്റെ സന്ദേശം? ഇത് മാതൃസ്നേഹത്തിൻ്റെയും മാതൃകാരുണ്യത്തിൻ്റെയും അടയാളമാണ്. മക്കളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ എപ്പോഴും പ്രവർത്തിക്കാൻ സന്നദ്ധയാണെന്ന് അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇതൊരു അടയാളം മാത്രം. എന്നാൽ നമ്മോട് പരിശുദ്ധ അമ്മ ഇതുവഴി പറയുന്നത് വലിയ കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാതൃസ്നേഹത്തിൽ പങ്കുപറ്റിക്കൊണ്ട് ദൈവമഹത്വത്തിനു വേണ്ടി നിങ്ങൾ മറ്റുള്ള ആത്മാക്കളുടെ പോഷിപ്പിക്കലിന് വേണ്ടി ജീവിക്കണം എന്ന് പരിശുദ്ധ അമ്മ ഇതുവഴി നമ്മോട് പറയുന്നു. അന്ന് ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മ തന്ന സന്ദേശങ്ങളുമുണ്ട്. 96 മുതൽ 2002 വരെ പരിശുദ്ധ അമ്മയിലൂടെ പൊതുവായിട്ട് 51 സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് പങ്കുവയ്ക്കാം. പരിശുദ്ധ അമ്മയിലൂടെ അന്നത്തെ അത്ഭുതം അനേകർക്ക് ദൃക്സാക്ഷികളാകാനായിട്ട് സാധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. വീണ്ടും ഒരു ദിവസം, ഒരു സെപ്റ്റംബർ 29 മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെ തിരുനാളിൻ്റെ അന്ന്, മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ, മിഖായേൽ, ഗബ്രിയേൽ മാലാഖമാരുടെ തിരുനാൾ ദിവസം ഉച്ചയ്ക്ക് ശേഷം
ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒരു ജീപ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു. പുരുഷന്മാരായിരുന്നു. ഞങ്ങൾ കുറേ പേര് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അവരെന്നെ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ഒരു ചപ്പടി വിദ്യയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവമൊക്കെ ഉണ്ടായ സഹോദരിയാണല്ലോ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഈ ദിവ്യകാരുണ്യം എന്താണെന്ന്? അത് വെറും ഗോതമ്പപ്പമ്മ. അങ്ങനെ ദിവ്യകാരുണ്യത്തിൽ അവർക്കില്ലാത്ത വിശ്വാസം അവർ പ്രകടിപ്പിച്ചു. ഞാൻ ശാന്തമായി എല്ലാം കേട്ടിട്ട് അവരോട് പറഞ്ഞു, നമുക്കൊരു 53 മണി ജപം ചൊല്ലാം. നിങ്ങൾ എൻ്റെ അടുത്ത് മുട്ടുകുത്തണം. എൻ്റെ അടുത്തല്ല, ദൈവമാതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തണം. നമുക്കൊരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിക്കാൻ കൂടി. പ്രാർത്ഥിച്ചു. 3-ാം രഹസ്യം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു തന്നു, കുഞ്ഞെ, നീ അവരോട് പറയണം, 5-ാമത്തെ രഹസ്യം, മഹത്വത്തിൻ്റെ 5-ാം രഹസ്യം ചൊല്ലിത്തീരുമ്പോൾ കണ്ണുകൾ തുറന്ന് ഈ കൈകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറയണം. ഞാൻ അപ്രകാരം പറഞ്ഞു. 4-ാം രഹസ്യം ചൊല്ലി 5-ാം രഹസ്യം ചൊല്ലി കാഴ്ചവെപ്പ് കഴിഞ്ഞ് അവർ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ തിരുവോസ്തി ഈ വലത് കൈയുടെ ഈ വെള്ളയിൽ നിറഞ്ഞ് തെളിഞ്ഞു വരുന്ന ഒരു അനുഭവം. അല്പം കനത്തിൽ തന്നെ നിറഞ്ഞ് തെളിഞ്ഞു വരുന്ന, ഓരോരുത്തരും നോക്കുമ്പോഴേക്കും അവർക്ക് തോന്നുന്നത് ഈ തിരുവോസ്തി ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നതായിട്ടാണ്. ഞാൻ കാണുന്നത് ചുമന്ന നിറത്തിൽ കട്ടിയിൽ ഇവിടെ ഒരു അടയാളം. അവരത് ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ തെളിഞ്ഞതോ വെളുത്ത ഓസ്തിയുടെ നിറം. ആ 8 സഹോദരന്മാരും ഇവിടെ മുട്ടുകുത്തിയിരുന്ന അവർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു വെളുത്ത ഓസ്തി തിരുവോസ്തിയായി മാറുന്നു, അതിൽ യേശു വസിക്കുന്നുവെന്ന്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. 97 ഒക്ടോബർ 26-ാം തീയതി ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലിക്കായിട്ട് പോയി. അന്നേ ദിവസം അവിടെ കൊച്ചുമക്കളുടെ ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപനവും നടക്കുന്നൊരു ദിവസമായിരുന്നു. സ്ഥൈര്യലേപനത്തിനും ആദ്യ കുർബാനയ്ക്കുമുള്ള മക്കളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ട് വിശുദ്ധ കുർബാന തുടങ്ങി. ആ കുർബാന ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അതായത് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ മരണവും ഉയർപ്പും വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈബിൾ വഴി അറിഞ്ഞത്, സഭയുടെ പഠനം വഴി അറിഞ്ഞതെല്ലാം സത്യമായിട്ടും സംഭവിക്കുന്നു. നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് അനുഭവിക്കുന്ന ഒരു അനുഭവമായിരുന്നു. സ്ഥൈര്യലേപന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ചപ്പോൾ അൾത്താര നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടായി. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയമായി. അഭിവന്യ മാർ ജേക്കബ് മനന്തോടത്ത് പിതാവ് സ്ഥൈര്യലേപനം മറ്റു കൂദാശ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരുന്നു. പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കാൻ ജനമധ്യത്തിലേക്ക് വന്നു. ഞാനും അവിടെ കുർബാന സ്വീകരിക്കാനായിട്ട് കരങ്ങൾ കൂപ്പി നിന്നു. എനിക്ക് അപ്പോൾ മുതൽ രക്തത്തിൻ്റെ മണം കിട്ടിക്കൊണ്ടിരുന്നു. എനിക്കത് അപ്പോൾ അനുഭവപ്പെട്ടു. പക്ഷെ പിന്നീട് എന്നോട് പലരും പറഞ്ഞു അവർക്കെല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നെന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ആത്മീയമായി പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങി. എൻ്റെ അടുത്തോട്ട് ഈ അച്ഛൻ അടുത്തിങ്ങനെ വരും തോറും ആ കുസ്തോതിയിലുള്ള ഈശോ തിരുവോസ്തി, വെള്ള തിരുവോസ്തി ഇങ്ങനെ ഉയരുന്ന ഒരു അനുഭവമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചു അതെൻ്റെ തോന്നലായിരിക്കുമെന്ന്. ബഹുമാനപ്പെട്ട വൈദികൻ പരിശുദ്ധ കുർബാനയെടുത്ത് ഈ അധരത്തിൽ വച്ചു. അധരത്തിൽ വെച്ചപ്പോൾ ഒരു തീക്കട്ട എൻ്റെ അധരത്തിൽ വയ്ക്കുന്ന അനുഭവമായിരുന്നു എനിക്ക്. ആ തീക്കട്ട അധരത്തിലിരുന്ന് ചലിക്കുന്നു. ഞാൻ വാ അടയ്ക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ഒരു വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല വാ അടയ്ക്കാൻ. എൻ്റെ വായ് അടയുന്നില്ല. ഞാൻ തിരിച്ചു നടന്ന് ഞാൻ മുട്ടുകുത്തിയിടത്ത് എത്തിയപ്പോഴത്തേനും ഈ ജനങ്ങൾ മുഴുവനും കാണുക ഞാൻ വാ തുറന്ന് ഇരിക്കുന്നത്. അവർ കാണുന്നത് എന്തെന്നോ, ഇന്നും ജീവിക്കുന്ന നമ്മുടെ ഈശോ, തിരുവോസ്തിയിൽ ഈശോ രക്തവും മാംസവുമായിട്ട് മാറിയതായിരുന്നു ഈശോയുടെ മക്കൾ കണ്ടുകൊണ്ടിരുന്നത്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന ഈശോ
വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദൈവമക്കളും വെളുത്ത നിറത്തിലുള്ള തിരുവോസ്തി സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ഹൃദയം തന്നെ മുറിച്ച് ഓരോ മക്കൾക്കും തരുന്നുണ്ടെന്നുള്ള സത്യം ആദ്യമായിട്ട് ദൃശ്യമായ രീതിയിൽ, മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ, എനിക്കും അനുഭവിക്കാവുന്ന രീതിയിൽ ആദ്യമായിട്ടുണ്ടായ അനുഭവമായിരുന്നു അത്. ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങി. ഞാനപ്പോൾ ഈശോയുടെ തിരുവിലാവിൻ്റെ ഹോളങ്ങ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ മുഖം അതിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ജനം കരയുന്നതും ഒക്കെ എനിക്ക് കേൾക്കാം, എന്നോടിത് ഇറക്കാൻ പറയുന്നത് എനിക്ക് കേൾക്കാം, പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. മറ്റൊന്നും ഞാൻ കാണുന്നുമില്ല. ഈശോയുടെ തിരുവിലാവിന് അകത്തായിരുന്നു ഞാൻ. ജീവിക്കുന്ന തിരുവോസ്തി എൻ്റെ നാവിലിരുന്നു കൊണ്ട് പിടയ്ക്കുന്നത് അനേക മക്കൾ കണ്ട് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി. വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ബ്ലെസ്സിങ്ങിന് ശേഷം എന്നെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ ജോസഫ് പുലവേലിയും പിതാവിൻ്റെ സെക്രട്ടറി അച്ഛനും പിതാവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, റാണി അത് ഉൾക്കൊള്ള്, ഇറക്ക്. അപ്പോൾ എനിക്ക് ഈശോയെ ഇറക്കാനായിട്ട്, കൺസ്യൂം ചെയ്യാനായിട്ട് സാധിച്ചു. അതുവരെ ഇറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തിളച്ച വെള്ളത്തിൽ നിന്ന് ആവി വരുന്നത് പോലെ എന്തോ എൻ്റെ തൊണ്ടയിൽ നിന്ന് വന്നിട്ട് നാവ് പുറത്തോട്ട് തള്ളുമായിരുന്നു. ഞാൻ ആ സമയം മുഴുവനും ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ടിരുന്നു. കണ്ട ദൈവമക്കൾ പറയുന്നു, നാവ് ചലിച്ചുകൊണ്ടിരുന്നു. ഓരോ ചലനത്തിലും തിരുവോസ്തിയിൽ നിന്ന് തിരുരക്തം വമിച്ചുകൊണ്ടിരുന്നു. ഒരു തുള്ളി പോലും താഴോട്ട് പോയില്ല. എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും പ്രിയപ്പെട്ട മക്കളെ, ജീവിക്കുന്ന ദൈവം ഓസ്തിരൂപനായിട്ട് മാംസരക്തമായിട്ട് എല്ലാ മക്കളിലേക്കും വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നുണ്ട്. വിശുദ്ധ കുർബാന പണ്ടെങ്ങോ കഴിഞ്ഞ ഒരു സംഭവമല്ല. ഓരോ ബലിവേദിയിലും സത്യമായിട്ടും അത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഈശോ അന്ന് തന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ ഏറ്റവും അവസാനം ഇപ്രകാരം ഈശോ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണിതെന്ന്. സത്യമാണത്. കാരണം ഓരോ അൾത്താരയുടെ വലതുഭാഗത്തും പരിശുദ്ധ അമ്മ സന്നിഹിതയാണ്. എന്തിനാണെന്നോ, നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം മകനെ ഈശോയെ മുറിച്ച് വിളമ്പിത്തരാനായിട്ട്. ജീവിതം വഴിയേറ്റുപോയി, വഴി മുട്ടിപ്പോയി, ജീവിതം പാപക്കയത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ, ഒരു കുഞ്ഞിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും ആദ്യം സാധിക്കുക തൻ്റെ അമ്മയ്ക്ക്, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. പുത്രൻ്റെ ശരീരരക്തങ്ങൾ വെച്ചു വിളമ്പി കാത്തിരിക്കുന്നൊരു ഹൃദയം, അതാണ് അമ്മയുടെ ഹൃദയം. അതിന് ആകാശത്തേക്കാൾ വിസ്താരമുണ്ട്, കടലിനേക്കാൾ ആഴമുണ്ട്. ഒരു മനുഷ്യനും അത് അളക്കാൻ സാധിക്കില്ല. ആ ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും ഇടമുണ്ട്. ഈശോയ്ക്ക് ഇടം കൊടുത്തതുപോലെ എല്ലാറ്റിലുമുപരി ആ ഹൃദയത്തിൽ ഈശോ ഉണ്ട്. ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഒരു വ്യക്തിക്കും ഒരു യുക്തിക്കും ഒരു ശക്തിക്കും വേർപെടുത്താൻ പറ്റില്ല. കാരണം അത് ഒന്നാണ്. പരിശുദ്ധ അമ്മയിൽ നിന്നും രൂപം പ്രാപിച്ച ശരീരവും രക്തവും, ഗ്ലോറിഫൈഡ് ബോഡി. പല വ്യാഖ്യാനങ്ങളുമുണ്ട്. സത്യമാണ്, ദിവ്യകാരുണ്യം ഗ്ലോറിഫൈഡ് ബോഡി തന്നെയാണ്. പക്ഷേ ആരിലേക്കും കടന്നു വരാൻ കഴിയുന്ന ഈശോ നിത്യസത്യമായി ദിവ്യകാരുണ്യത്തിലുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഒരു സന്ദേശം ഞാൻ ഈ നിമിഷത്തിൽ ഓർത്തു പോകുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ തിരുക്കുമാരൻ്റെ ഏറ്റവും വലിയ വേദന ദേവാലയങ്ങളിൽ സക്രാരിയിൽ കഴിയേണ്ട ഏകാന്തതയാണ്. ഏകാന്തനായി കഴിയുന്ന എൻ്റെ മകൻ ഏറെ വേദനിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് എനിക്കൊന്ന് പറയാൻ തോന്നുന്നു, പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ. ദിവ്യകാരുണ്യം കഴിഞ്ഞിട്ട് ഭവനങ്ങളിലേക്ക്, ജോലി മേഖലകളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മളിൽ വസിക്കുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലാതെ നമ്മൾ ജീവിക്കാറുണ്ട്. നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ ഇരിക്കുന്ന സക്രാരിയിൽ ജീവനോടെ ഇരിക്കുന്ന ഈശോ ആ താക്കോലിട്ട് പൂട്ടിയൊരു മെഴുകുതിരിയോ ഒരു ബൾബോ കത്തിച്ചു വെച്ചത് കണ്ടിട്ട് പോരുമ്പോൾ അവിടെ ജീവനില്ലാത്തവനായിട്ടല്ല അവിടെ നിന്നിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഓർമ്മയിൽ ഒരു സ്മരണ വരാൻ, ദിവ്യകാരുണ്യീശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയാൻ കാതോർത്തിരിക്കുന്ന, കൊതിച്ചിരിക്കുന്ന ഒരു ഈശോ ഉണ്ട്. നമ്മൾക്ക് എപ്പോഴും ദേവാലയത്തിൽ കഴിയാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ ദേവാലയത്തിലായിരിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റും.
എവിടെയായിരുന്നാലും, പഠിക്കുന്ന കുഞ്ഞാണെങ്കിലും, ജോലി ചെയ്യുന്ന വീട്ടമ്മയാണെങ്കിലും, ജോലി മേഖലകളിലുള്ളവരാണെങ്കിലും, ഫാക്ടറികളിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കണേ, ദിവ്യകാരുണ്യ ഈശോയെ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയാൻ, അത് കേൾക്കാൻ കൊതിച്ചു നിൽക്കുന്ന നിൻ്റെ സൃഷ്ടാവ്, നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ ഈശോ ദിവ്യകാരുണ്യനാഥനായി കാത്തിരിപ്പുണ്ട്. വിശുദ്ധ കുർബാനയുടെ അനുഭവം വീണ്ടും 2 പ്രാവശ്യം കൂടെ ഉണ്ടായി, മറ്റുള്ള എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ. 2ാം പ്രാവശ്യം ഉണ്ടായത് 1997 നവംബർ 2-ാം തീയതി ആയിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് ജപമാല സമ്മാനിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ. അന്നേ ദിവസം പ്രധാന കാർമ്മികനായി ബലിയർപ്പിച്ചത് എൻ്റെ ആത്മീയ പിതാവ് ഫാദർ എബ്രാഹാം കടിയക്കുഴിയാണ്. അച്ഛനെ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യേകമായി മനസ്സിലാക്കി തന്ന് ആത്മീയ പിതാവായി ഇപ്പോൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് സ്വീകരിച്ചതാണ്. അച്ഛനായിരുന്നു പ്രത്യേക നിർദ്ദേശം, ആത്മീയ പ്രചോദനം കിട്ടി അന്ന് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചതും അച്ഛനിൽ നിന്നാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചതും. അതിൻ്റെ തലേ ഞായറാഴ്ച ഉണ്ടായതുപോലെയുള്ള അതേ അനുഭവം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി തിരുമാംസ രക്തമായി മാറിയ അനുഭവം ഉണ്ടായി. വീണ്ടും 1 പ്രാവശ്യം കൂടെ ഉണ്ടായി, പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ വെച്ച് 1998 ഫെബ്രുവരി 12-ാം തീയതി. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങൾ 3 പ്രാവശ്യം ഉണ്ടാകുകയും മുൻപ് ഷെയർ ചെയ്ത അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ പല പ്രാവശ്യമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന നാളുകളിൽ ഞങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ ഒന്നും സമയമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വിശപ്പില്ല, ദാഹമില്ല, ദൈവമക്കൾക്ക് ഈശോയെ കൊടുക്കണം, മാതാവിൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കണം, അത്രയേ ഉള്ളൂ. രാത്രി പകലോ വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് വരുന്ന സമയം. ഗ്യാസ് കഴിഞ്ഞിട്ട് അതൊന്ന് ബുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതിന് മുൻപ് ബുക്ക് ചെയ്യാൻ പോലും സമയമില്ലാത്തൊരു കാലഘട്ടം. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവം പറയാം. രാവിലെ എഴുന്നേറ്റ് ചായ വയ്ക്കാനായിട്ട് ഗ്യാസ് കത്തിക്കാൻ ചെന്നു. ഒരു തരി ഗ്യാസ് ഇല്ല, സ്റ്റവ് കത്തുന്നില്ല. അടുത്ത വീടുകളിലൊക്കെ പോയി, ഇല്ല, ആരുടെ അടുത്തും ഇല്ല. ഗ്യാസ് ബുക്ക് ചെയ്ത സമയം കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഗ്യാസ് വരികയുള്ളൂ. എന്ത് ചെയ്യും? ഞങ്ങൾ അടുത്ത ഉള്ളൊരു ചേച്ചിയോട് ചോദിച്ചു, അല്പസമയത്തേക്ക് ഗ്യാസും കുറ്റി തരാമോ എന്ന്. അവരുടെ തീർന്നിട്ട് അവർ വെച്ചിട്ടുള്ള ചേട്ടന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അവർക്കും ഭക്ഷണം പാകം ചെയ്യണം. അപ്പോൾ ആ ചേച്ചി ഇവിടെ വന്ന് ഗ്യാസും കുറ്റി പൊക്കി നോക്കി, ഒന്നുമില്ല, കത്തിച്ച് നോക്കി, സ്റ്റവ് കത്തുന്നില്ല. ഞാൻ പറഞ്ഞു, സാരില്ല ചേച്ചി, ഒന്നും ഈശോ അനുവദിക്കാതെ അല്ലല്ലോ, ഈശോയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിക്കുന്നേ, ഈശോ അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ അമ്മയോട് പറയാൻ പോവുക. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്ന് മുട്ടുകുത്തി ആ ഗ്യാസും കുറ്റി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചു പ്രഭാതത്തിൽ. എന്നിട്ട് പറഞ്ഞു, കാനായിലെ കല്യാണവേളയിൽ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയില്ലേ ഈശോ, അമ്മ പറഞ്ഞിട്ടല്ലേ, അവരുടെ കുറവ് അമ്മ അറിയിച്ചിട്ടല്ലേ, അപ്പോഴല്ലേ ഈശോ പ്രവർത്തിച്ച്. അമ്മേ, ഈ ഗ്യാസും കുറ്റിയിൽ ഗ്യാസ് നിറച്ച് തരാൻ അമ്മയുടെ മാധ്യസ്ഥത്തിന് ശക്തിയുണ്ട്, ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലി, എത്രയും നീളം മാതാവെ ചൊല്ലി പ്രാർത്ഥന ചൊല്ലി കാഴ്ച വെച്ചിട്ട് ഈ ഗ്യാസും കുറ്റി എടുത്ത് പൊക്കിയപ്പോൾ പൊങ്ങുന്നില്ല, നിറയെ ഗ്യാസ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളത് 17 ദിവസത്തോളം കത്തിച്ചു. 17-ാം ദിവസം പുതിയ കുറ്റി വന്നു. ഈശോയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഞങ്ങൾക്ക് അന്നതൊരു വലിയ കാര്യമായിരുന്നു. അതുപോലെ തന്നെ 97, 98, 99 കാലഘട്ടങ്ങളിലെല്ലാം ആത്മീയമായിട്ട് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ള വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, ഒത്തിരി പേരുണ്ട്, അൽമായരുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി എതിർപ്പുകളും കാർക്കിച്ച് തുപ്പലുകളും അടികളും അപവാദങ്ങളും തെറിവിളികളെല്ലാം കേട്ടിട്ടുണ്ട്. ഇത് നിസ്സാരമായൊരു കാര്യമല്ലെന്ന് തുടക്കത്തിലേ മനസ്സിൽ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് സഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ നാളുകളിലൊക്കെ പേടിച്ച് പറഞ്ഞു പോയി, ഈശോയെ ഇതൊന്നും വേണ്ടായിരുന്നു, ഞാനിവിടെ ഒതുങ്ങിക്കഴിഞ്ഞോളാം ഈശോയെ വിളിച്ചുകൊണ്ട്. ഈ അനുഭവങ്ങൾ തന്നതുകൊണ്ടല്ലേ ജനം എന്നെ തെറി വിളിക്കുന്നേ. കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് സംശയ ദൃഷ്ടികളുടെ മുൾമുനയിലാണ് ആ നാളുകളൊക്കെ, ആദ്യ നാളുകളൊക്കെ കഴിച്ച് കൂട്ടിയത്. കാർക്കിച്ച് തുപ്പിയൊരു സഹോദരൻ മാനസാന്തരപ്പെട്ട അനുഭവമുണ്ട് വർഷങ്ങൾക്ക് ശേഷം. കാർക്കിച്ച് തുപ്പിയിട്ട് 6 വർഷത്തിന് ശേഷം, ആ 6 വർഷം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ മകനെ ചേർത്ത് വെച്ച്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടില്ലാരെന്ന്,
പക്ഷേ ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ മനസ്സിൽ ഈശോ പറഞ്ഞു തരുമായിരുന്നു, സ്വീകരിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന. അങ്ങനെ പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ടൊരു മകനുമുണ്ട്. അതുപോലെ തന്നെ കല്ലേറ് കിട്ടി എൻ്റെ വലതുകാലിൻ്റെ ചെറുവിരൽ പഴുത്ത് പോയൊരനുഭവം ഉണ്ട്. അന്നൊക്കെ പ്രാർത്ഥിച്ച് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇറങ്ങി വന്ന് ആ ഹോളി വാട്ടർ എടുത്ത് കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചൊക്കെ നടന്ന നാളുകളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യമൊക്കെ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ കുർബാനയ്ക്കേ പോകുന്നുള്ളൂ. കുർബാനയ്ക്കാണെങ്കിലും നടന്നു പോകുമ്പോൾ ഒരുപാട് അപവാദങ്ങൾ, ഒരു സ്ത്രീ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത അപവാദങ്ങൾ, പൈസ ഉണ്ടാക്കാനാണ് എന്നുള്ള അപവാദങ്ങൾ അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന വൈദികരെ സിസ്റ്റേഴ്സിനെയൊക്കെ വഴി തെറ്റിച്ച് വിട്ട അനുഭവങ്ങൾ, വൈദികരുടെ കോളറിനെ പിടിക്കുക അടിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരു സഹോദരൻ ഒരു വലിയ ഓഫീസറാണ്. അദ്ദേഹം ഇവിടെ ഇത് കേട്ടറിഞ്ഞ് വന്നു. എന്നെ വഴക്ക് പറയാൻ വേണ്ടി വന്നതാണ്. അന്നേരം ട്രിവാൻഡ്രത്തു നിന്ന് ഒരു വൈദികനും കുറേ യൂത്ത്, ഒരു ബസ് ആൾക്കാർ ഇവിടെയുണ്ട്, വേറൊരു ബസ് ആൾക്കാർ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും ഉള്ളപ്പോൾ ആ സഹോദരൻ മുറ്റത്ത് നിന്ന് ഒരുപാട് തെറികൾ എനിക്കെതിരെ വിളിച്ചു പറഞ്ഞു. എന്നെ വിളിച്ച് നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഒന്നും മിണ്ടിയില്ല. ഈശോ എന്തുമാത്രം കേട്ടു. അതിൽ പങ്കാളിയാകാൻ ഈശോയെ ഒരു അവസരം തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സഹോദരൻ ഒത്തിരി തെറി വിളിക്കണ കേട്ടപ്പോൾ ആ വന്ന വൈദികൻ അദ്ദേഹത്തിനെ മെല്ലെ പുറത്ത് തട്ടി പുറത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനൊന്നും പറയല്ലേ. പഞ്ചക്ഷത അനുഭവത്തെക്കുറിച്ച്, തേനും പാലൊഴുകുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ വളരെ മ്ലേച്ഛകരമായി അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഈശോയ്ക്ക് ആ മകനെ കൊടുത്ത് നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ 3-4 വർഷത്തിന് ശേഷം അദ്ദേഹം ഇവിടെ വന്ന് മുട്ടുകുത്തി മാപ്പ് ചോദിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്രാഹച്ചേറയ്ക്ക് സീഡിയൊക്കെ വാങ്ങിക്കൊണ്ടുപോയ അനുഭവമുണ്ട്. അതുപോലെ ഒരുപാട് ആത്മീയമായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി, മനസ്സിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാത്തൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷയ്ക്കും എനിക്കുമെതിരെ വലിയൊരു ആരോപണവുമായിട്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച ഒരു അനുഭവം ഉണ്ടായി പ്രതീക്ഷിക്കാത്ത സമയത്ത്. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു മനസ്സുകൊണ്ട്. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്കറിയില്ല ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന്. പക്ഷേ എൻ്റെ കൊച്ചു ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുന്നു, ഈശോയെ അവിടുന്ന് പ്രവർത്തിക്കണേ. ഒരു നിമിഷം പോലും ആ തെറ്റ് ചെയ്യാൻ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. ഈശോയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാനൊന്ന് തീരുമാനിക്കുക. ഇത് അമ്മയോട് ചേർന്ന് തീരുമാനിക്കുമ്പോൾ ദൈവഹിതമാണോ അല്ലെന്നൊന്നും അറിയില്ല. അമ്മ ദൈവഹിതമല്ലേ പ്രവർത്തിക്കുള്ളൂ. എൻ്റെ ഈശോ, എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. പരിശുദ്ധ അമ്മയിലൂടെ മനസ്സിലാക്കി തന്നാൽ മതി. ഇത് അവിടുന്ന് അനുവദിച്ച സഹനമാണോ, അല്ലെങ്കിൽ ഇത് സാത്താൻ പ്രവർത്തിക്കുന്നതാണോ? സഹനമാണെങ്കിൽ സ്വീകരിക്കാനുള്ള ശക്തി തന്ന് എനിക്കിതിനുള്ള ഉത്തരം തരണേ. ഇങ്ങനെയുള്ളൊരു ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കുകയോ ഒരു വറ്റു ഭക്ഷണം കഴിക്കുകയോ പോലും ചെയ്യാതെ പ്രാർത്ഥിച്ചോളാം ഈശോ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാം ദിവസം ഞാനൊന്നും കഴിക്കുന്നില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, മറ്റൊന്നും കഴിക്കുന്നില്ല. 3-ാം ദിവസം എൻ്റെ ആത്മീയ പിതാവ് കുളത്തുവയലിൽ നിന്ന് ഇവിടെ വന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട വർക്കിയച്ഛനും CJ വർക്കിയച്ഛനും അബ്രാഹച്ചനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടി, ഇവിടെ വന്ന് റാണി എന്തിനു ഉപവസിക്കുന്നു എന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ അച്ഛൻ വന്നത്. അച്ഛൻ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു. അതുവരെ ഞാൻ ആരുടെ അടുത്തും ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ ന്യൂസ് എല്ലായിടത്തും പലയിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്ന് ആശീർവദിച്ച് എനിക്ക് തന്നിട്ട് പറഞ്ഞു, റാണി ഇപ്പോൾ ഇത് കുടിച്ചു. അനുസരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉപവാസം നിർത്തണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കണം, രാത്രിയെങ്കിലും. ഓ അച്ഛോ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അന്ന് മുതൽ രാത്രി 2 പീസ് ബ്രെഡോ അല്ലെങ്കിൽ അല്പം കഞ്ഞിയോ കുടിച്ച് ഉപവാസം നീണ്ടു. പ്രാർത്ഥന തുടർന്നു. എൻ്റെ കണ്ണുനീര് ബാക്കിയില്ലാത്ത ഒരു വേദനയായിരുന്നു മാറി ആ അനുഭവം. ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. പക്ഷേ 3 മാസത്തേക്ക് എനിക്ക് ഒരു പ്രത്യക്ഷപ്പെടലുണ്ടായില്ല.
എനിക്കൊരു സന്ദേശം ലഭിച്ചില്ല. ഞാൻ ഇരുണ്ട രാത്രികളിലോ അല്ലെങ്കിൽ വരണ്ട മരുഭൂമിയിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ. പല വാർത്തകളും പലരിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നു. അവഹേളനങ്ങളും തിരസ്കരണങ്ങളും കളിയാക്കലുകളും. 3 മാസം തികയുന്ന അന്ന് രൂപക്കൂട് ഇവിടെ വെച്ചിരിക്കുന്ന പുതിയ രൂപക്കൂട് പണിത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ജപമാലയോടുകൂടെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നാളുകളാണ്. 3 മാസം തികയുന്നു. രാത്രി 1:30 ഞാൻ രൂപക്കൂടിൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് കൈവിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, എനിക്ക് ഉത്തരം തരണേ. ഞാൻ പാപിയാ, ഞാൻ ബലഹീനയാ. പക്ഷെ ഇപ്പോൾ ആരോപിക്കുന്ന ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഈശോയെ. നിലവിളിച്ചുകൊണ്ടിരുന്നു. നിലവിളിക്കുന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണീരില്ല, വറ്റിപ്പോയതുപോലെ. അന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു.